നമസ്കാരം. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുവാൻ, രോഗദുരിതങ്ങൾ മാറുവാൻ, നിങ്ങളുടെ ഗൃഹത്തിൽ ഐശ്വര്യമുണ്ടാകുവാൻ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുണ്ടെങ്കിലും സമാധാനവും സന്തോഷവുമില്ലാത്ത ഗൃഹങ്ങളിൽ താമസിക്കുന്നത് മരണതുല്യമല്ലേ? പണവും സൗകര്യങ്ങളും സർവ്വവിധ വസ്തുക്കളും എല്ലാം ഉണ്ടെങ്കിലും ഇത്തരം ഗൃഹങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒട്ടും തന്നെ മനസ്സമാധാനമുണ്ടാവില്ല, സന്തോഷമുണ്ടാവില്ല. വീടിനുള്ളിൽ കലഹങ്ങളും മറ്റു പ്രശ്നങ്ങളും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ പലപ്പോഴും തന്നെ പ്രത്യക്ഷത്തിൽ ഇതിന് കാരണം കണ്ടുപിടിക്കാൻ സാധിക്കുകയുമില്ല. വാസ്തുശാസ്ത്രപ്രകാരം നാം വസിക്കുന്ന ഗൃഹങ്ങളിൽ സൂക്ഷിക്കുവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗൃഹങ്ങളിൽ ചെയ്യുവാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പരിഗണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സർവ്വവിധ ഐശ്വര്യ സമൃദ്ധിയും സന്തോഷവും സമാധാനവും തന്നെയായിരിക്കും ആ ഗൃഹങ്ങൾ നിങ്ങൾക്ക് നൽകുക. കേടുവന്നതോ സുഷിരങ്ങൾ വീണതോ ആയ പാത്രങ്ങൾ വളരെയധികം ദോഷഫലങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നതായിട്ടാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. സുഷിരങ്ങൾ വീണതോ കേടുവന്നതോ ആയ പാത്രങ്ങൾ ചോർച്ച പോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും ദ്രവ്യങ്ങളും പണവും സ്വത്തും നഷ്ടപ്പെടുന്നതാണ് എന്നാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുമെന്നല്ല, ക്രമേണ ക്ഷയിക്കുമെന്നാണ് അർത്ഥം. ഇതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ പൂജാമുറിയിൽ കിണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ സുഷിരങ്ങൾ വീണിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സുഷിരങ്ങൾ വീണുവെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റേണ്ടതാണ്. ഇവയെല്ലാം തന്നെ വളരെയധികം നെഗറ്റീവ് ഊർജം ഗൃഹത്തിലും നിങ്ങൾക്കും പ്രദാനം ചെയ്യുന്നതാകയാൽ വളരെയധികം ദോഷകരങ്ങളാണ്. ഇനി നിങ്ങളുടെ ഗൃഹത്തിൻ്റെ മുൻവാതിലിൽ വളവുകൾ ഉണ്ടാകുന്നത്, വളഞ്ഞ വാതിൽ നല്ലതല്ല. നാം നേരെ അടയ്ക്കാൻ ശ്രമിച്ചാൽ തീരെ അടയുന്നതല്ല, ബലം പ്രയോഗിച്ച് അടയ്ക്കേണ്ടി വരുന്നു. വിശ്വാസമനുസരിച്ച് മുൻവാതിലിൽ, അതായത് പ്രധാന വാതിലിൽ കൂടിയാണ് ലക്ഷ്മി ദേവി വരുന്നത്. അതിനാൽ പ്രധാന വാതിലിൽ ഒട്ടും തന്നെ അപാകതകൾ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ്, പ്രധാന വാതിൽ അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യുന്ന സമയത്ത് ശബ്ദമുണ്ടാക്കുവാൻ പാടില്ല. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ പ്രധാന വാതിലിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ പ്രധാന വാതിൽ ഒന്ന് ശ്രദ്ധിച്ച് പരിപാലിക്കുന്നത് നിങ്ങൾക്ക് ഗുണങ്ങൾ ചെയ്യുന്നതായി കാണുന്നു. ഇതുപോലെ തന്നെ ഉടഞ്ഞ വിഗ്രഹങ്ങളോ കീറിയ ഫോട്ടോകളോ കേടുവന്ന ചിത്രങ്ങളോ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും ഈശ്വരന്മാരുടെ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇവ ഒഴുകുന്ന വെള്ളത്തിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഇതിന് സൗകര്യമില്ലെങ്കിൽ വീടിന് പുറത്തായി നിങ്ങളുടെ തൊടിയിലോ പറമ്പിലോ ഏതെങ്കിലും വൃത്തിയുള്ള സ്ഥലത്ത് ചാരി വയ്ക്കാവുന്നതാണ്. നിലത്തിടുവാൻ പാടുള്ളതല്ല. ഇത് കാലക്രമേണ ദ്രവിച്ചു പോകുന്നതായിരിക്കും. ചില സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിലെ ആൽവൃക്ഷത്തറയിൽ കേടുവന്നതോ ഉപേക്ഷിച്ചതോ ആയ ഫോട്ടോകൾ കാണപ്പെടാറുണ്ട്. ഇതും നല്ലതാണ്. ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ നിലച്ച അഥവാ പ്രവർത്തിക്കാത്ത ഘടികാരം, ക്ലോക്ക് നല്ലതല്ല. ഉപയോഗശൂന്യമായതോ കേടുവന്നതോ നിലച്ചതോ ആയ ക്ലോക്കുകൾ, ഘടികാരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മാറ്റേണ്ടതാണ്. നിങ്ങളുടെ ഗൃഹത്തിലോ ഓഫീസിലോ വയ്ക്കുന്ന ക്ലോക്ക് അഥവാ ഘടികാരം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ, ജീവിതം യഥേഷ്ടം മുന്നോട്ട് പോകുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് നിലയ്ക്കുകയാണെങ്കിൽ, പ്രവർത്തനരഹിതമാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം, കാര്യങ്ങൾ നിലച്ചു എന്നതിൻ്റെ സൂചനയാണെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലച്ചതോ കേടുവന്നതോ ആയ ഘടികാരം വാസ്തുപ്രകാരം വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണമായി പരിഗണിക്കാവുന്നതാണ്. വാസ്തുപ്രകാരം കൃത്യമായി നടക്കുന്ന ക്ലോക്ക് പോസിറ്റീവ് ഊർജമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്.
അതുപോലെ തന്നെ കീറിയ വസ്ത്രങ്ങൾ ധരിക്കരുത്, വീട്ടിൽ സൂക്ഷിക്കരുത്. ആവശ്യമാണെങ്കിൽ കീറിയ വസ്ത്രങ്ങൾ തുന്നി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ കീറിയ വസ്ത്രങ്ങൾ അതേപോലെ ഉപയോഗിക്കുന്നത് ശുഭകരമല്ല, ഐശ്വര്യത്തെ നശിപ്പിക്കുമെന്നാണ്. അതുപോലെ തന്നെ കേടുവന്നതോ പഴകിയതോ ഉപയോഗിക്കാൻ സാധിക്കാത്തതുമായ കല്യാണ സാരികൾ, വസ്ത്രങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ താല്പര്യമില്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നതായിരിക്കും വളരെ അഭികാമ്യം. ഒരിക്കൽ നിങ്ങളുടെ നല്ല സമയത്ത്, നല്ല മുഹൂർത്തങ്ങളിൽ നിങ്ങൾ ഉപയോഗിച്ച ഒരു വസ്ത്രം, അത് എത്ര തന്നെ വിലപിടിച്ചതായാലും വെറുതെ സൂക്ഷിച്ചു വയ്ക്കാതെ അത് ഉപയോഗിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു പുണ്യപ്രവൃത്തിയാവുന്നു. കൂടാതെ പഴകിയ വസ്ത്രങ്ങൾ, കീറിയ വസ്ത്രങ്ങൾ വീട്ടിലിരുന്ന് വീണ്ടും പഴകി ദ്രവിച്ച് കേടുവന്നു പോകുന്നത് നിങ്ങളുടെ ദാമ്പത്യത്തിന് അത്യധികം ദോഷകരമാണ്. ഇങ്ങനെ നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾക്ക് ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന ചില മോശമായ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർത്തും ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ലക്ഷ്മി ദേവിയുടെ വരവിനായി പ്രധാന വാതിലിൻ്റെ കേടുപാടുകൾ തീർത്ത് വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജം പ്രദാനം ചെയ്യുന്ന, നിങ്ങൾക്ക് ദോഷഫലങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്ന സാധനങ്ങൾ ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും, കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.